ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് ജി എസ് ടി റീകൺസിലേഷൻ വർക്ക്. നമുക്കറിയാം ജി എസ് ടിയിൽ ഒരു റീകൺസിലേഷൻ വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഇവിടെ എങ്ങനെ നമുക്ക് മാനുവൽ വർക്ക് ഒഴിവാക്കി എക്സലിൻ്റെ സഹായത്തോടെ എങ്ങനെ നമുക്ക് വർക്ക് വളരെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് കാണാം. അതായത് നമുക്കിവിടെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ഭാഗമാണ് റീകൺസിലേഷൻ പ്രോസസ്സ്. അതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെ റീകൺസിലേഷൻ പ്രോസസ്സ് എത്താമെന്ന് കാണാം. അതായത് മന്ത്ലി റിട്ടേൺ ഫയലിംഗ് പ്രോസസ്സ് ഉണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മന്ത്ലി ഫയലിംഗ് പ്രോസസ്സാണ്. ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് കാണാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു സിനാരിയാണ്. ഇപ്പോൾ സൂപ്പർ കാറിന് ഒരു ഡീലറാണ്. ഇവർ രത്ന സ്റ്റീലിൻ്റെ തന്നെ ഒരു ബില്ല് മേടിക്കുന്നു. അതായത് എല്ലാ മാസവും നമ്മൾ സാധാരണ പോലെ പർച്ചേസ് ബില്ല് ചെയ്യണം. ആ സൂപ്പർ കാർ പർച്ചേസ് ബില്ല് അവർ ഇൻവേർട്ട് രജിസ്റ്ററിൽ കീപ്പ് ചെയ്യണം. അതേപോലെ തന്നെ രത്ന സ്റ്റീലിൽ അവരുടെ സപ്ലൈ ബില്ല് സെയിൽസ് രജിസ്റ്ററിൽ കീപ്പ് ചെയ്യണം. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതേപോലെ തന്നെ സൂപ്പർ കാറിനും ഒരു ഡീലറുണ്ട്, കസ്റ്റമറുണ്ട്. സൂപ്പർ കാറും സെയിം പ്രോസസ്സ് തന്നെ അവർക്കും ചെയ്യും. അതായത് ഇവിടുന്ന് സപ്ലൈ ചെയ്യും. ആർജെ ഓട്ടോമൈസ് ഈ സാധനം അവരുടെ ഇൻവേർട്ട് രജിസ്റ്ററിൽ കീപ്പ് ചെയ്യും. ഇതും ഇങ്ങനെ ഓട്ടോമാറ്റിക് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഇതിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനാരിയോ പറഞ്ഞ ജി എസ് ടിയിൽ വളരെ ടൈം ബൗണ്ടഡ് ആണ്. അതായത് 10-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാവരും അവരുടെ സെയിൽസ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ 10-ാം തീയതി ഡേറ്റ് വന്നു കഴിഞ്ഞാൽ രത്ന സ്റ്റീൽ അവരുടെ സെയിൽസ് രജിസ്റ്റർ അപ്ലോഡ് ചെയ്യും. അതേപോലെ തന്നെ സൂപ്പർ കാറും അവർ സെയിൽസ് രജിസ്റ്റർ അപ്ലോഡ് ചെയ്യും. ഇത് രണ്ടും ജി എസ് ടി സിസ്റ്റത്തിൽ അതേ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം 10-ാം തീയതി. ഇവിടെ നമുക്ക് കാണാം രത്ന സ്റ്റീൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ സൂപ്പർ കാറും അപ്ലോഡ് ചെയ്യണം 10th. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 11th പിറ്റേ ദിവസം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് രത്ന സ്റ്റീൽ അപ്ലോഡ് ചെയ്ത ഡാറ്റ നമ്മുടെ പോർട്ടലിലേക്ക് വരും. അതായത് സൂപ്പർ കാറിൻ്റെ പോർട്ടലിലേക്ക് വരും. സൂപ്പർ കാർ ആ ഡീറ്റെയിൽസ് എടുത്ത് ചെക്ക് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഇൻവേർട്ട് രജിസ്റ്ററും അവരെ പോർട്ടൽ അപ്ലോഡ് ചെയ്ത ഡാറ്റയും തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ മാനുവലി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യണം. ഓരോ ഇൻവോയ്സ് ആയിട്ട് ചെക്ക് ചെയ്യാണ്. ഇത് കാരണം നമുക്ക് വന്നത് കൺഫേം തന്നെയാണോ, അതായത് നമ്മുടെ പേരിൽ വേറെ വല്ലതും ബില്ലടിച്ചിട്ടുണ്ടോ, ഈ ഡാറ്റാസാണ് നമുക്ക് എല്ലാം കിട്ടുക. ഇപ്പോൾ ഇവിടെ എനിക്കൊരു ബില്ല് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ സൂപ്പർ കാർ അപ്ലോഡ് ചെയ്തിട്ടില്ലേ, അത് നമുക്ക് അപ്ലോഡ് ചെയ്തതിന് നഷ്ടമാണ്, ക്രെഡിറ്റ് കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് അമെൻഡ് ചെയ്ത് 15-ാം തീയതി നമ്മളിത് അപ്ലോഡ് ചെയ്യും. 15-ാം തീയതി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40,500 രൂപയാണ് ഇവിടെ പ്രൊവിഷണൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വിചാരിക്കാം. 16-ാം തീയതി ഈ ഡാറ്റ, അതായത് നമ്മൾ അമെൻഡ് ചെയ്ത ഡാറ്റ ഓട്ടോമാറ്റിക് രത്ന സ്റ്റീലിൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. രത്ന സ്റ്റീൽ ഇത് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യും. അതായത് ഈ ബില്ലുകൾ കറക്റ്റാണോ ചെക്ക് ചെയ്യും. ഇവിടെ ഇതുപോലെ രത്ന സ്റ്റീൽ ബില്ല് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് ചെക്ക് ചെയ്യും. 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു ബില്ലുണ്ട്. ദാറ്റ് മീൻസ് 6ാമത്തെ ബിൽ നമ്പർ 6 ഉണ്ട്. ചെയ്യാൻ വിട്ടുപോയതാണ്. ഓട്ടോമാറ്റിക് ഇത് കറക്റ്റ് ചെയ്യും, ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് 20-ാം തീയതി ഇത് അപ്ലോഡ് ചെയ്യും. അതായത് മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യും. 2 കൂട്ടരും മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്തു വിത്ത് പേയ്മെൻറ്റ്, ഫുൾ പേയ്മെൻറ്റ്. അതായത് രണ്ടുപേരും ഔട്ട്വേർഡ് ഫുൾ പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തു. ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 21st നമുക്ക് മെസ്സേജ് വരും. അതായത് നമ്മുടെ 40,500 rupees നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്. അതായത് നമ്മൾ അമെൻഡ് ചെയ്ത ബില്ല് ഓട്ടോമാറ്റിക്കായിട്ട് രത്ന സ്റ്റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 40,500 രൂപ ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്ത മാസം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ സിനാരിയോയിൽ നമുക്ക് അറിയാം ഇത്രയും ക്രോസ് ചെക്ക് ചെയ്യുന്ന കുറേ സമയം എടുക്കും. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഇൻവോയ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതിനെ എളുപ്പമാക്കാം. അത് പ്രത്യേകിച്ച് നമുക്ക് ടൈമും ഇല്ല, കാരണം 4 ദിവസമുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് മുടക്ക് വരാം. ഇതിനെ എളുപ്പമാക്കാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് റീകൺസൈൽ ചെയ്യാൻ ഡാറ്റ. അതെങ്ങനെയാ വെച്ചാൽ മൈക്രോസോഫ്റ്റ് എക്സലിൽ VLOOKUP ഫോർമുല ഓപ്ഷൻ ഉണ്ട്. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെ ഒരു സിനാരിയോ കാണിച്ചു തരാം. അതായത് നമ്മളിത് ഡാറ്റ GST പോർട്ടലിൽ എടുത്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ പർച്ചേസ് ഡാറ്റയാണ് പോർട്ടലിൽ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ കയ്യിലേക്ക് തന്നെ ഇൻവോയ്സ് രജിസ്റ്റർ ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. നമുക്കറിയാം ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് ഇൻവോയ്സ് നമ്പറാണ്. സോ ഈ ഇൻവോയ്സ് നമ്പർ വെച്ച് ചെക്ക് ചെയ്യാൻ വിചാരിക്കാം. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ GST പോർട്ടലിൽ 11 ഇൻവോയ്സ് ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇൻവേർട്ട് രജിസ്റ്ററിൽ നോക്കുമ്പോൾ 12 ഇൻവോയ്സ് ഉണ്ട്. അതായത് ഒരു ഇൻവോയ്സ് ഓൾറെഡി മിസ്സിംഗ് ഉണ്ട്. നമുക്കിവിടെ കണ്ടെത്തേണ്ടത് മിസ്സിംഗ് ഇൻവോയ്സ് ഏതാണ്. അതേപോലെ തന്നെ ഇനി എമൗണ്ടിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യണം. ഇപ്പോൾ 2 കൂട്ടരും എമൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ടോട്ടൽ എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതും ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ 2 പ്രോസസ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ VLOOKUP ഫോർമുല ഉപയോഗിക്കാം. എവിടെ VLOOKUP ഫോർമുല ഉപയോഗിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഇൻവേർട്ട് രജിസ്റ്റർ ഓപ്ഷനിലേക്ക് വരിക. അതായത് നമ്മുടെ ഇൻവേർട്ട് ഫയൽ എവിടെയാണെന്ന് വെച്ചാൽ ഇൻവേർട്ടിലാണ് നമ്മുടെ ഒറിജിനൽ ഫയൽ എന്ന് വിചാരിക്കാം. ഇവിടെ ചെക്ക് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഇൻവോയ്സ് നമ്പറാണ്. അതായത് നമ്മുടെ കയ്യിൽ ഏത് ഇൻവോയ്സ് നമ്പറാണ് മിസ്സിംഗ് അറിയണം.
ഇതിന് നമ്മൾ ഇവിടെ ഈക്വൽ ടു ഫോർമുലാസിൽ ലുക്കപ്പ് ആൻഡ് റെഫറൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വെർട്ടിക്കൽ ലുക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഫോർമുല ഉണ്ട്. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യണത് എന്താ വെച്ചാൽ ഇത് രണ്ടിൻ്റെ കോമൺ ആയിട്ടുള്ള വാല്യൂ നമുക്കറിയാം ഇൻവോയ്സ് നമ്പറാണ്. അപ്പോൾ ഇൻവോയ്സ് നമ്പറിന് നമ്മളിവിടെ ലുക്കപ്പ് വാല്യൂ ഇട്ട് കൊടുക്കണം. അതായത് പർച്ചേസ് രജിസ്റ്റർ ഫയലിൽ നമ്മൾ എവിടെയാണ് ഫോർമുല ഇതാണ് അവിടുത്തെ ഇൻവോയ്സ് നമ്പറിന് ലുക്കപ്പ് വാല്യൂ ആയിട്ട് എടുത്തു. ഇത് കഴിഞ്ഞ് ടേബിൾ അറേ പറഞ്ഞ ഓപ്ഷനിൽ വരിക. അതായത് ടേബിൾ അറേ പറയുന്നത് നമ്മുടെ GST പോർട്ടലിലെ ഡാറ്റയാണ്. ആ ഡാറ്റേനെ മൊത്തം സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ GST പോർട്ടൽ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇൻവോയ്സ് നമ്പർ മുതൽ ടാക്സിബിൾ വാല്യൂ വരെയുള്ള ഡാറ്റ ഫുൾ സെലക്ട് ചെയ്യുക. ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കോളം ഇൻഡെക്സ് എന്ന ഓപ്ഷനിലേക്ക് വരാം. നമുക്കിവിടെ വേണ്ടത് ഒന്നാമത്തെ നമ്പറാണ്. അതായത് നമുക്ക് ഇൻവോയ്സ് നമ്പറാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്പറിലാണ് ഇൻവോയ്സ് ടേബിളിൽ ഇൻവോയ്സ് എടുക്കുന്നത്, നമ്പർ എടുക്കുന്നത്. അതുകൊണ്ട് നമ്പർ 1 ഇട്ട് കൊടുത്തു. റേഞ്ച് ലുക്കപ്പിൽ നമുക്കിവിടെ എക്സാക്ട് മാച്ച് വേണ്ടതുകൊണ്ട് നമ്മളിവിടെ ഫോൾസ് ആക്കി കൊടുത്തു. ഇപ്പോൾ നമ്മളിവിടെ ഫോൾസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ റേഞ്ച് ലുക്കപ്പ് ഓപ്ഷനിൽ ഫോൾസ് ടൈപ്പ് ചെയ്യണം. ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെക്കിങ് ഇൻവോയ്സ് നമ്പർ കിട്ടും. അതായത് എത്രയാണ് ഇൻവോയ്സ് നമ്പർ, ആ ഇൻവോയ്സ് നമ്പർ കിട്ടും. ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻവോയ്സ് നമ്പർ കിട്ടിയിട്ടുണ്ട് എക്സെപ്റ്റ് ഒരെണ്ണം മാത്രം. അതായത് 199 ഇൻവോയ്സ് നമ്പർ നമ്മുടെ ബുക്കിലുണ്ട്, പക്ഷേ GST പോർട്ടലിലില്ല. സോ നമ്മളത് അമെൻഡ് ചെയ്യണം. അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് അവർക്ക് നോട്ട് ചെയ്ത് കൊടുക്കണം, മുമ്പത്തെ സിനാരിയോ പോലെ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിന് ജസ്റ്റ് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. അത് മിസ്സിങ് ഇൻവോയ്സ് ഏതാണ് നമുക്ക് അറിയാൻ വേണ്ടി. ഇനി അതുപോലെ അടുത്ത ഓപ്ഷൻ പറഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ എമൗണ്ടാണ്. എമൗണ്ടിലും മിസ്സിങ് ഉണ്ടെന്ന് അറിയണം. അപ്പോൾ ഈ സെയിം ഓപ്ഷൻ തന്നെ ഉപയോഗിക്കണം. ഇവിടെ നമ്മൾ ഇവിടെ എമൗണ്ട് എഴുതി, ജസ്റ്റ് ഇൻവോയ്സ് എമൗണ്ട് എഴുതി, എനിക്ക് പോർട്ടലിൽ എന്താണ് വാല്യൂ, ആ വാല്യൂ ആണ് കൂടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് VLOOKUP ഓപ്ഷൻ ഉപയോഗിക്കാം. ഫോർമുലാസിൽ വരിക, ലുക്കപ്പ് ആൻഡ് റെഫറൻസ് എടുക്കുക, ഇവിടെ VLOOKUP ഓപ്ഷൻ എടുക്കുക. VLOOKUP ക്ലിക്ക് ചെയ്തിട്ട് ലുക്കപ്പ് വാല്യൂവിൽ നമ്മൾ മുമ്പത്തെ ചെയ്ത പോലെ തന്നെ ഇൻവോയ്സ് നമ്പർ എടുക്കണം. അതായത് ഇൻവോയ്സ് നമ്പറാണ് ഓപ്ഷൻ. നമ്മൾ പർച്ചേസ് ലിസ്റ്റിൽ ഇൻവോയ്സ് നമ്പർ എടുത്തിട്ട് അതുപോലെ ടേബിൾ അറേയിൽ വന്നിട്ട് നമ്മൾ GSTR2A ടേബിളിൽ എന്താണ് ഡാറ്റ, ആ ഡാറ്റ മൊത്തം സെലക്ട് ചെയ്തു. അതായത് കോളം ഇൻഡെക്സിൽ വരാം. എത്രാമത്തെ കോളത്തിലാണ് ഇൻവോയ്സ്, അത് മൂന്നാമത്തെ കോളത്തിലാണ് ഇൻവോയ്സ് നമ്പർ എടുക്കുന്നത്. ഇൻവോയ്സ് നമ്പറിൻ്റെ ഉണ്ട് മൂന്നാമത്തെ കോളത്തിലാണ് ഇൻവോയ്സ് വാല്യൂ ഉള്ളത്. 3 സെലക്ട് ചെയ്യാം. അത് റേഞ്ച് ലുക്കപ്പിൽ വന്നിട്ട് ഫോൾസ് ടൈപ്പ് ചെയ്യാം എക്സാക്ട് മാച്ചിന് വേണ്ടി. ഇപ്പോൾ നമുക്ക് ആ ഇൻവോയ്സ് നമ്പറിന് നേരെയുള്ള എമൗണ്ട് കിട്ടി. ഇല്ല നമുക്ക് ജസ്റ്റ് ഡിഫറൻസ് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫോർമുല ഇട്ടിട്ട് മൈനസ് ഫോർമുല ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻവോയ്സ് വാല്യൂ പർച്ചേസ് രജിസ്റ്ററും GSTR ഡിഫറൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 0 കിട്ടുകയാണെങ്കിൽ റീകൺസിൽ ചെയ്തു, അതായത് എല്ലാം വാല്യൂ കറക്റ്റാണ്. പക്ഷേ ഇവിടെ 564 ഒരെണ്ണത്തിൽ. അതായത് ഇവിടെ നമുക്ക് പർച്ചേസ് രജിസ്റ്റർ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള എമൗണ്ടും ആ ഒരു എമൗണ്ടും വ്യത്യാസമാണ്. അപ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വ്യത്യാസം അറിയാൻ പറ്റും. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ റീകൺസിൽ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ എക്സൽ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വലിയ ഡാറ്റ ആയാലും വളരെ ഈസി ആയിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ സാധിക്കും. സോ നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനും പറ്റും. ഡെഡ് ലൈൻ നോക്കി വേറെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കൂടുതൽ നിങ്ങൾക്ക് എക്സലിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സലിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സീ യു.